my fellow Argentinian brothers and sisters. I hope you are happy. I hope you guys are enjoying. Honestly, എനിക്ക് എന്താ പറയേണ്ടത് എന്നറിയില്ല. സാധാരണ ഒരു അർജന്റീന മാച്ച് കഴിയുമ്പോൾ നമ്മൾ കേൾക്കുന്നത് കോൺട്രവേഴ്സീസ്, റെഫറി റിഗ്ഡ്, റോബ്ഡ്, ബ്ലാ ബ്ലാ ബ്ലാ. പക്ഷേ ഈ മാച്ച് കഴിയുമ്പോൾ പ്യുവർ സൈലൻസ്. അങ്ങനത്തെ കാര്യത്തെ പറ്റിയിട്ട് ആർക്കും ഒന്നും പറയാൻ കഴിയൂല. കാരണം എത്ര ഡെലൂഷണൽ, എത്ര വലിയ ഹെയ്റ്റർ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ഫുട്ബോൾ മാച്ച് കണ്ടതിന് ശേഷം നിങ്ങളുടെ ഉള്ളിൽ ഇച്ചിരി എങ്കിലും ഒരു ഹോണസ്റ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാച്ചിൽ അർജന്റീനയും മെസ്സിനെയും കുറ്റം പറയാനോ, അവരുടെ എഫേർട്ട്, പാഷൻ, അവരെടുത്ത അല്ലെങ്കിൽ അവർ കാഴ്ചവെച്ച ഒരു സംഭവം, ആ ഒരു സംഭവം കണ്ടിട്ട് ഹെയ്റ്റ് ചെയ്യാൻ കഴിയൂല. കാബോ വെർദക്കെതിരെയുള്ള മാച്ച് തൊട്ട് സ്വിറ്റ്സർലൻഡിനെതിരെയുള്ള ആ ഒരു മാച്ച് കൂടെ കണ്ടതിന് ശേഷം ഇംഗ്ലണ്ടിനെതിരെ കളിക്കുമ്പോൾ അർജന്റീനക്ക് വലിയ ചാൻസ് ഇല്ല. അതല്ലെങ്കിൽ അർജന്റീന മേലെ ഞങ്ങൾ അത്ര വലിയൊരു എക്സ്പെക്ടേഷൻ ഇത്തവണ വെക്കുന്നില്ല എന്ന് അർജന്റീന ഫാൻസ് വരെ പറഞ്ഞ ഒരു സിറ്റുവേഷൻ ആണ് ഇങ്ങനെ ഒരു ജയം അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് വന്നത്. അതും ആ ഒരു ഫസ്റ്റ് ഹാഫ് there was no football. റഫറി വിളിച്ചതും വിളിക്കാത്തതും ആയിട്ടുള്ള ആ ഒരു 30 ഫൗളും പ്ലേയേഴ്സ് എല്ലാവരും നിലത്ത് കിടന്ന് ഗുസ്തി കളിക്കുന്നതും അതായിരുന്നു ഫസ്റ്റ് ഹാഫിലെ ഹൈലൈറ്റ്സ്. പക്ഷേ സെക്കൻഡ് ഹാഫിക്ക് വന്നപ്പോൾ ഇംഗ്ലണ്ട് കുറച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിച്ചു, അർജന്റീനയും കുറച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിച്ചു. ആൻഡ് ദാറ്റ് ഗോൾ ചേഞ്ച്ഡ് എവറിത്തിങ്. ഓക്കെ, എൻ്റെ ഒരു ഇപ്പോഴത്തെ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ ഈ ഒരു മാച്ച് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാണ്, ഇംഗ്ലണ്ട് ആ ഒരു ഗോൾ അടിച്ചതാണ് ഒരു പ്രശ്നമായത്. ആ ഒരു ഗോൾ ഒരു അടിച്ചിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ ലേറ്റ് ആയിട്ടാവും ചിലപ്പോൾ ഇംഗ്ലണ്ടിന്റെ ഗോൾ വരലും. ഈ പറഞ്ഞ ബസ്, ട്രെയിൻ, അതും അന്തല്ലാത്ത ബസ് പാർക്കിംഗ്, ട്രെയിൻ പാർക്കിംഗ്, അതുകൊണ്ടാണ് ഇംഗ്ലണ്ട് തോറ്റത് തന്നെ ഞാൻ പറയും. കോച്ചിന്റെ അത്രക്കും കവാഡിസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ. ഹൗ ഒരു കോമൺ ആവറേജ് ഫുട്ബോൾ അനലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ആവറേജ് ബോൾ നോളജ് ഉള്ള ഫുട്ബോൾ വാച്ചർ ആയിട്ടുള്ള എനിക്ക് വരെ അത് കണ്ടിട്ട് മനസ്സിലായി, ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. അർജന്റീനയുടെ എൻറ്റയർ പ്ലേയേഴ്സും ഇംഗ്ലണ്ടിന്റെ ഫൈനൽ തേർഡിന് അടുത്ത് വന്നിട്ട് ഇങ്ങളെ മേലെ കയറി ഡാൻസ് കളിക്കാണ്. അങ്ങനെയും കണ്ടിട്ടും 35 മിനിറ്റോളം അതേ സാധനം ഇംഗ്ലണ്ട് പ്ലേയേഴ്സ് ചെയ്തത് കാണുമ്പോൾ പുച്ഛം മാത്രം. ഓക്കെ, കാബോ വെർദെ നിങ്ങളെക്കാളും എത്രയോ അടിയിലുള്ള ഒരു ടീമാണ്, ഓരത് ചെയ്തിട്ടില്ല. ഈജിപ്ത് അത് ചെയ്തിട്ടില്ല, സ്വിറ്റ്സർലാൻഡ് അത് ചെയ്തിട്ടില്ല. പക്ഷെ ഇംഗ്ലണ്ട് അത്രയും നല്ലൊരു ടീമിനെ വെച്ചിട്ട് കാണിച്ച ഒരു കഴപ്പ്, അത്ര ഇതിനൊക്കെ പറയാൻ പറ്റുള്ളൂ. ആൻഡ് ഞാൻ കഴിഞ്ഞ എൻ്റെ പ്രിഡിക്ഷൻ വീഡിയോയിൽ പറഞ്ഞ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമുള്ളൂ, മെസ്സി എന്നുള്ള ഒരാൾ അർജന്റീന ടീമിൽ ഉണ്ടെങ്കിൽ അത് മാത്രമാണ് എൻ്റെ പ്രിഡിക്ഷനെ മാറ്റിമറിക്കുക എന്നുള്ളത്. ഇംഗ്ലണ്ട് അങ്ങനെയും വലിയൊരു ബസ് പാർക്കിംഗ് മോഡിക്ക് പോയിട്ട് പോലും മെസ്സിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള മെസ്സി സെന്ററിൽ നിന്ന് റൈറ്റ് വിങ്ങിക്കാണ് പോയി. പിന്നെ കളി മാറി എന്നല്ല, ആള് മാറ്റി. എന്തൊക്കെ അയാൾ ചെയ്യണ്ടേ? ഓരോ ക്രോസ് ആണെങ്കിലും ഇങ്ങോട്ട് വന്ന് വിങ് ബാക്സിനൊക്കെ വലിച്ചിട്ട് എൻസോക്ക് ഓരോ ബോൾ കൊടുക്കുന്നതാണെങ്കിലും ആൻഡ് ആ ഒരു വിന്നിംഗ് ഗോളിനുള്ള ക്രോസ് ആണെങ്കിലും അബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക്. ഇതാ ഞാൻ പറഞ്ഞത്, ഹെയ്റ്റ് ചെയ്യാൻ കഴിയൂല. നിങ്ങളുടെ ഉള്ളിൽ അത്രയും ഹെയ്റ്റ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ കൊണ്ട് ഹെയ്റ്റ് ചെയ്യാൻ കഴിയൂല. യു ജസ്റ്റ് ഹാവ് ടു അപ്രീഷിയേറ്റ് ദ ഗ്രേറ്റ്നെസ്. അതാണ് കണ്ടിട്ട് നമുക്ക് തന്നെയാണ് തോന്നണം, ഏത് നമ്മൾ ഹെയ്റ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല, നമ്മൾ ജയിക്കൂല, വി കാൻ വിൻ അഗെയിൻസ്റ്റ് ദിസ് മാൻ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളാണ് സമ്മതിക്കണം. നമ്മുടെ ഉള്ളില് ആ ഒരു ബോധ്യമാണ് വരണം. എന്ത്? ഓക്കെ, ഹി ഈസ് ദ ഗ്രേറ്റസ്റ്റ്. അതിന് നമുക്കിനി ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അതാണ് അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങളെ ജീവിതം മനോഹരമാവും. എനിക്കത് നല്ലോണം അറിയാം, കാരണം ഞാൻ കുറെ കാലമായി അത് എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഫുട്ബോളിന്റെ കാര്യത്തിൽ. നിങ്ങൾ ഇപ്പോഴും പറയും എനിക്ക് നല്ല സങ്കടം ഉണ്ടല്ലേ എന്നെ കണ്ടിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എനിക്ക് സങ്കടമുള്ള പോലെ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത് എനിക്കറിയില്ല. പക്ഷെ ഒബ്വിയസ്ലി എനിക്ക് റൊണാൾഡോ വേൾഡ് കപ്പ് അടിച്ച് കാണാമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിനർത്ഥം അത് നടന്നില്ലെങ്കിൽ ഞാൻ ഡിപ്രഷനിലാവുന്നല്ല. എഡിറ്റ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കത്തി കയറിക്കൊണ്ടിരിക്കുക. ആൻഡ് ആൾക്കാർ പറയുന്നത് ഈ ഒരു മൊമെന്റിലാണ് മെസ്സി തീരുമാനിച്ചത്, എന്നെ ഉറക്കാന്ന് പറഞ്ഞതല്ലേ, നിങ്ങളെല്ലാരും ഞാൻ ഉറക്കിത്തരാന്ന്. സംഭവം അതൊന്നല്ല. ഓക്കെ, ഇത് കളിന്റെ 3-ാം മിനിറ്റിൽ എന്തോ നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് മാച്ചിന്റെ 85-ാം മിനിറ്റിന്റെ മുന്നേ ഒക്കെ ആയിട്ട് ആ സമയത്ത് തോന്നുന്നു മെസ്സി ആകാശത്തേക്ക് ഒരു നോട്ടം നോക്കിയിട്ടുണ്ട്. മെസ്സിന്റെ പതിവ് സാധനം അതാണ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി,
ഇറ്റ്സ് ഓവർ ഫോർ ഇംഗ്ലണ്ട്. അയ്യോ, മെസ്സി മേലേക്ക് നോക്കി, മെസ്സി ആകാശത്തേക്ക് നോക്കി. കം ബാക്ക് ഈസ് കമ്മിങ് ഗൈസ്, കം ബാക്ക് ഈസ് ഓൺ ഗൈസ്. ഇറ്റ്സ് ഓവർ. അർജന്റീന ഈസ് വിന്നിങ്. ഹി ഈസ് ഗോയിങ് ടു ഡു സംതിങ്. നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാത്തതെന്നല്ല, ആ ഒരു മൊമെന്റിൽ പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങൾ ആൾ ചെയ്യാൻ പോവാണ്. അർജന്റീന ജയിക്കാൻ പോവാന്ന് എനിക്ക് മനസ്സിലായി. അതിന് പുറമെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇംഗ്ലണ്ടിന്റെ കഴപ്പിംഗ് ഡിഫെൻഡിങ്. എടാ, ഒരു ഗോളിന് ലീഡ് എടുത്ത് നിൽക്കുമ്പോൾ 3 ഡിഫെൻസീവ് സബ്സ്റ്റിറ്റ്യൂഷൻസ്. അറ്റാക്കിംഗ് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നത് രണ്ടാമത്തെ ഗോളും കൺസീഡ് ചെയ്തതിന് ശേഷം. എന്തൊരു മനോഹരമായ ഒരു ഡിസിഷൻ ആണെന്ന് നോക്കണേ. നിങ്ങളൊന്ന് ആലോചിക്കണം, എൻസോ ഫെർണാണ്ടസ് ആ ഒരു ഇക്വലൈസിങ് ഗോൾ അടിക്കാനുള്ള ഒരേ ഒരു കാരണം, ഇറ്റങ്ങൾ അടിക്കാൻ വേണ്ടിയിട്ട് കിലോമീറ്ററോളം സ്പേസ് ആ ചെങ്ങായി ഇട്ടുകൊടുത്തതാ. ആൾ ഈ ഒരു ഗോൾ അടിക്കുന്നതിന് മുന്നേ തന്നെ ഇതേപോലത്തെ അറ്റംപ്റ്റ്സ് ആളൊരു 3-4 തവണ ട്രൈ ചെയ്തു. ഓരോ തവണ ട്രൈ ചെയ്യുമ്പോഴും ഇറ്റ് വാസ് ഗെറ്റിംഗ് ബെറ്റർ. ആൻഡ് ഒരു തവണ ഈ ഗോൾ വരുന്നതിന്റെ തൊട്ട് മുന്നെയാണ് മറ്റേ ആൾ അടിച്ചതും പിക്ഫോർഡ് സേവ് ചെയ്തതും ആ ഒരു കോർണർ വന്നതും. ആ ഒരു കോർണറിന് നേരെ ബോൾ മെസ്സി ഇവൻ തന്നെ വെച്ച് കൊടുക്കണു, ഇവൻ അടിച്ച് കയറ്റണു. നിങ്ങളെ തലയിൽ ആൾ താമസമൊന്നും ഇല്ലേ? ബസ് പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് എന്നാൽ എല്ലാവരും കൂടെ ഗോളി നിന്നോളി. അതുവരെ അർജന്റീന പ്ലേയേഴ്സ് ഡ്രിബിൾ ചെയ്യുന്ന കൊടുത്തിട്ട് പിന്നെ വല്ല ടോപ്പ് കോർണർക്ക് അടിക്കാൻ നോക്കിയാൽ മതിയല്ലോ. നിങ്ങൾ ബോക്സിൽ പെറ്റ് കിടക്കാനാണെങ്കിൽ ഈ ലോങ് റേഞ്ച് ഒക്കെ ബ്ലോക്ക് ചെയ്യാൻ, ഇവർ കളി ഉണ്ടാക്കുന്നത് ബ്ലോക്ക് ചെയ്യാൻ പിന്നെ ഞങ്ങൾ വരണോ സ്റ്റേഡിയത്തിൽ നിന്ന്? ബ്രാച്ചുഗൽ ഫാൻസ് ആയിട്ടുള്ളവരൊക്കെ ഇതെന്ത് തേങ്ങ? കളി കയ്യിൽ നിന്ന് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഈ ഷോട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ 3-4 ഹെഡേഴ്സ് ആണ് ബോക്സിന്റെ ഉള്ളിൽ നിന്ന് ഹൈറ്റ് ഇല്ലാത്ത മക്കാലിസ്റ്ററും ബാക്കിയുള്ളവരും ഒക്കെ വന്ന് ഹെഡ് ചെയ്ത് പോയത്. പിക്ഫോർഡിന്റെ അപാര സേവ്സ് ഉള്ളതുകൊണ്ടാണ് അപ്പോഴും കളി 0-0 നിന്നത്. ഇതെല്ലാം കണ്ടിട്ടും ഇംഗ്ലീഷ് പ്ലേയേഴ്സ് എന്താ ചെയ്യണ്ടേ? ഞങ്ങൾ ബാക്കിൽ ഇങ്ങനെ നിൽക്കുക, അർജന്റീന കളിച്ചോട്ടെ, നിങ്ങൾക്കുള്ള ലീഡ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ബോളിന്റെ ബാക്കിൽ വന്നിട്ടൊക്കെ നിങ്ങൾ ഡിഫെൻഡ് ചെയ്തോ. പക്ഷേ അർജന്റീന കളിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ മൂവ് ചെയ്യണ്ടേ? വിങ്ങിലൊക്കെ, അതും റൈറ്റ് വിങ്ങിൽ മെസ്സിനൊക്കെ ഫ്രീ ആക്കി ഒഴിച്ച് വിട്ടുക. മെസ്സിന്റെ അടുത്തേക്കൊന്നും ആരും പോണില്ല. നിങ്ങൾക്കൊന്നും വയ്യേ. വേറെ ഏത് പ്ലെയർ ആണെങ്കിലും നമുക്ക് പിന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക. എടാ, മെസ്സി റൈറ്റ് വിങ്ങിക്ക് മാറുമ്പോൾ മെസ്സിനെ 2 ആൾ നോക്കിയാൽ പോലും കിട്ടില്ല. എന്നിട്ടാണ് ഒരാൾ പോലും മര്യാദക്ക് നോക്കാതെ വിട്ടിട്ടുണ്ട്. അന്തെന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യൂ. ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ? അത്രയും ഡിഫെൻസീവ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നടത്തി ഹൈറ്റുള്ള പ്ലേയേഴ്സിനെ ഇറക്കി, എന്നിട്ട് ആരാ ആ ഒരു വിന്നിങ് ഗോൾ ഹെഡ് ചെയ്തിട്ടത്? 5'9" സ്ട്രൈക്കർ ലൗതാരോ മാർട്ടിനസ്. ആർ യു സീരിയസ്? വാച്ച് ലോങ്ങിന്റെ സമയത്ത് ഞാനും ഇതന്നെയാണ് അവരോട് ചോദിച്ചത്. നിങ്ങൾ കുറെ ഹൈറ്റുള്ള ആൾക്കാരെ കൊടുന്ന് ബോക്സിൽ ഇട്ടിട്ട് എന്താ കാര്യം? ഒന്ന്, നിങ്ങൾ ആ ക്രോസസ് വരുന്നത് തടയാനുള്ള ഒരു സാധനം ഇടണം. അതല്ലെങ്കിൽ ബോക്സിന്റെ ഉള്ളിലെ എല്ലാ ഏരിയൽ ബോൾസും നിങ്ങളെ പ്ലേയേഴ്സ് വിൻ ചെയ്യണം. ഇതൊന്നും ചെയ്യണില്ല. ഇതൊരു വെറുതെ ഒരു ബസ് പാർക്ക് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക, ബസ് പാർക്കിനെ പറയിപ്പിക്കാൻ. അബൌട്ട് മെസ്സി നിങ്ങൾക്ക് അറിയാം, ഐ ഹാവ് ഓൾറെഡി അക്സെപ്റ്റഡ് ദ ഫാക്ട് ദാറ്റ് ഹി ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഫുട്ബോളർ ഓഫ് ഓൾ ടൈം. ഈവൻ ടു ഐ പ്രിഫർ റൊണാൾഡോ. ആ ഒരു കാര്യം പറയാൻ എനിക്കൊരു മടിയില്ല. കാരണം എനിക്ക് കണ്ണുകളുണ്ട്. ആൻഡ് ഞാൻ ഫുട്ബോൾ പിച്ചിൽ കാണുന്ന കുറെ കാര്യങ്ങൾ, മെസ്സി ചെയ്യുന്ന കുറെ കാര്യങ്ങൾ, പ്രായം കൂടിയവര് കുറഞ്ഞവര് അങ്ങനൊന്നുമില്ല, വേറൊരാളും അത് ചെയ്യണില്ല എന്ന് ഞാൻ കാണുന്നുണ്ട്. സോ ഐ നോ. ഞാൻ ആ ഒരു കാര്യം എന്നോ അക്സെപ്റ്റ് ചെയ്തതിനു ശേഷമാണ് ആസ് എ ഫുട്ബോൾ ഫാൻ എൻ്റെ ഉള്ളിൽ ആ ഒരു പീസും സമാധാനവും ഒക്കെ കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചില്ലായിട്ടിരിക്കുന്നത്. ഓക്കെ, അർജന്റീന വേൾഡ് കപ്പ് അടിച്ചാലും അവരിങ്ങനെ കളിച്ചടിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. മറ്റൊരു കാര്യം, നിങ്ങളെന്നൊന്ന് നോക്കി, ഈ ഒരു വേൾഡ് കപ്പ് 39-ാം വയസ്സില് ഗോൾഡൻ ബൂട്ടിൽ ആള് ടോപ്പിലുണ്ട്. അപ്പുറത്തുള്ളത് ഹാളണ്ട്, ബെല്ലിംഗം, എംബാപ്പെ, കെയ്ൻ. എടാ, മെസ്സിനെക്കാളും 10 വയസ്സും 15 വയസ്സും താഴെയുള്ള ആൾക്കാരാ. ഇനി ഗോൾഡൻ, പിന്നെന്തുള്ളത്? ഗോൾഡൻ ബോളോ? 2-3 ഗോൾഡൻ സാധനം ഇന്ത്യ ബോൾസ് വേണമെങ്കിൽ മെസ്സി എടുത്തു, എനിക്ക് കുഴപ്പമില്ല. കാരണം ഹി ഡിസേർവ്സ് ഇറ്റ്. ആൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോ ഹി ക്യാൻ ടേക്ക് ഇറ്റ് മാൻ. ലൈക്ക് അത് കണ്ടിട്ട് എനിക്ക് ഇനി അസൂയപ്പെടാനോ അല്ലെങ്കിൽ ഞാൻ അതിനെ പറ്റിയിട്ട് ഇനി കുറെ നെഗറ്റീവായിട്ട് ചിന്തിച്ചു കൂട്ടാനോ ഇല്ല. അത് ഞാൻ കാണുന്നുണ്ട്. ആൻഡ് ഐ നോ ഹി ഡിസേർവ്സ് ഇറ്റ്. അബൌട്ട് അർജന്റീന ആസ് എ ടീം, ആസ് എ കൺട്രി, ഞാൻ അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളൊന്നും അല്ല, ഇപ്പോഴും അല്ല. പക്ഷേ ഫുട്ബോളിന്റെ കാര്യത്തിൽ എടുക്കുമ്പോൾ അവരെടുക്കുന്ന എഫേർട്ട്, പാഷൻ, അവരുടെ ബാഡ്ജിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അവർ കാണിക്കുന്ന ആ ഒരു പ്രൗഡ്, തങ്ങളുടെ ക്യാപ്റ്റന് വേണ്ടിയിട്ട് പിച്ചിൽ വേണ്ടിയിട്ട് മരിക്കാനും റെഡി ആണ് എന്നുള്ള ടൈപ്പ് ഓഫ് ഒരു സംഭവം, ലോകമെമ്പാടും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഫാൻസിനെ ഹാപ്പി ആക്കിയിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ ഐ കാൺ ഹേറ്റ്. കാരണം ഇവർ ചെയ്യുന്ന സെയിം സംഭവം ഞാൻ ഇഷ്ടപ്പെടുന്ന ക്ലബ്ബാണെങ്കിലും രാജ്യമാണെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ പിന്നെ എനിക്ക് ഓരോ ഹേറ്റ് ചെയ്യാൻ കഴിയോ? ബേസിക്കലി നോ. അബൌട്ട് ഇംഗ്ലണ്ട്, you are going home. It's not coming home.
ആൻഡ് തോമസ് തുഷൽ നോർവേക്കെതിരെയുള്ള മാച്ച് കഴിഞ്ഞ് സ്റ്റാൻഡേർഡിനെ പറ്റിയൊക്കെ കുറെ ഡയലോഗ് അടിച്ചത് ഇമാതിരി ഊളത്തരം കാണിക്കാനാണെന്ന് എനിക്കറിയുമായിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പം തന്നെ FU എന്ന് താങ്കളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്ര കൊള്ളൂ. ആൻഡ് ഇംഗ്ലണ്ട് ഇറ്റ്സ് നോട്ട് കമ്മിങ് ഹോം. ഞാനത് ഫൈനലിൽ പറയാമെന്ന് വിചാരിച്ചതേനു. ഇപ്പം തന്നെ കിടക്കട്ടെ. പൂച്ചാണ്ടി മക്കൾ.